പെട്ടെന്ന് ഇത് കണ്ടപ്പം ആളും ഭയങ്കര ഷോക്കായി. ശരിക്കും ശരിക്കും ആള് ചോദിച്ചു ഞാൻ വല്ല പ്രാങ്ക് ചെയ്യുന്നതാണ്. അപ്പൊ എന്താന്ന് വെച്ചാൽ എന്തെങ്കിലും കൊതി വരികയാണെങ്കിൽ ഞാൻ നേരെ ബേബിയുടെ തലയിലിടും. എനിക്കല്ല, ബേബിക്കാണ്. ബേബി ആസ്കിംഗ് ഫോർ ഇറ്റ്. ഞാൻ എന്ത് ചെയ്യാനാ? അപ്പൊ ഞാൻ നോക്കുമ്പം ഇങ്ങനെ എന്താ പറയാ, എന്തോന്ന് ഇങ്ങനെ ചാടി കളിക്കണം. അപ്പൊ ഞാൻ ഇതെന്താന്ന് ചോദിച്ചു. അപ്പൊ ഡോക്ടർ പറഞ്ഞു ബേബിയുടെ ഹാർട്ട് ബീറ്റ് ആണെന്ന് പറഞ്ഞു. ആ സമയത്താണ് എനിക്ക് ഒക്കെ ഭയങ്കര എക്സൈറ്റ്മെന്റ്, അവരുടെ ഹാപ്പിനെസ് കണ്ടപ്പം എനിക്കിത് ആദ്യം എനിക്ക് അവരുടെ സന്തോഷമായിരുന്നു ഞാൻ എൻജോയ് ചെയ്തോണ്ടിരുന്നെ. ഞാൻ അമ്മയുടെ അടുത്ത് ചിലപ്പോ അമ്മ ഞാൻ അടുത്ത പറയുമ്പോ ഒന്ന് ഞെട്ടുമായിരിക്കും കേട്ടോ എന്ന് പറഞ്ഞു. ഇത്രേ പറഞ്ഞോളൂ. അപ്പൊ അമ്മ അന്ന് ഡബിങ് കഴിഞ്ഞ് ഞങ്ങള് വീട്ടിലെത്തിയപ്പം അമ്മ ഇങ്ങനെ ഉണ്ണിയേട്ടനടുത്ത് നിങ്ങൾ രണ്ടുപേരും മിടുക്കന്മാരാണ്, എന്തൊക്കെ കള്ളത്തരങ്ങളാ ചെയ്തു വെച്ച ആ സമയത്ത് നിങ്ങളെ ഞാൻ വിശ്വസിക്കും. എനിക്ക് ചെറുതായിട്ട് മനസ്സിലായിട്ടുണ്ട് ബേബി ഏതാണ്, ആണാണോ പെണ്ണാണോ എന്നുള്ളത് പറയണോ എന്നൊക്കെ ചോദിക്കും. പക്ഷെ ഞാൻ ഈ പറയുന്ന പോലെ അറിയാനൊരു ശ്രമമൊക്കെ ഞാൻ അവര് ഈ തരുന്ന റിപ്പോർട്ടുണ്ടല്ലോ, മറ്റേ ഫോട്ടോ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഞാൻ ChatGPT-യിലൊക്കെ ഇട്ടിട്ട് ഏതാന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ, ഞാൻ പ്രഗ്നന്റ് ആണ്, അപ്പം ഇതിനിങ്ങനെ കുറച്ച് കീഴ്വഴക്കങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളൊരു സാധനം എന്റെ തലയിലുണ്ട്. അനിയനെ കൂടെ വിടും എന്റെ. എന്നിട്ട് അവന്റെ അടുത്ത് പറയും നീ അവരുടെ നടുവ് തന്നെ ഉണ്ടാവണം കേട്ടോ അതൊക്കെ പറയും. എപ്പോഴാ കുഞ്ഞ് ഒരാൾക്കായിരുന്നു ഭയങ്കര ആഗ്രഹം കുഞ്ഞ് വേണം എന്നുള്ളത്. ഞാൻ എന്റെ പ്രസവം കഴിഞ്ഞിട്ട് ഒന്നും കൂടെ അന്ന് ഞാൻ പറഞ്ഞു തരാം ഇതിനകത്ത്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. ഹായ്, ഹലോ, നമസ്കാരം. ഇന്ന് എൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റാണുള്ളത്, ദുർഗാകൃഷ്ണ ചേച്ചി. നമസ്കാരം. ഞാൻ സ്പെഷ്യൽ എന്ന് പറയാൻ കാരണം ഇപ്പോൾ ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു മൂമെൻറ്റും കൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് സ്പെഷ്യൽ എന്ന് പറഞ്ഞു തുടങ്ങിയത്. എങ്ങനെയുണ്ട് പ്രഗ്നൻസി, ആ ജേർണി എങ്ങനെയുണ്ട് ഇതുവരെ? ഞാൻ ഈ ഫസ്റ്റ് റീലിലൊക്കെ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ വീഡിയോസിലൊക്കെ കാണുമ്പോൾ അടിപൊളി, പക്ഷെ അങ്ങനെയൊന്നുമല്ല. ഫസ്റ്റ് ട്രൈമസ്റ്റർ ശരിക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. വെള്ളം കുടിച്ചാൽ പോലും ഞാൻ വോമിറ്റ് ചെയ്യായിരുന്നു. എല്ലാവർക്കും അങ്ങനെയാണെന്നില്ല, പക്ഷെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒന്നും കഴിക്കാൻ പറ്റില്ല, ഇന്ന ഫുഡ് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. വിശപ്പുണ്ടാവും, നമുക്ക് ക്രേവിങ്സ് ഒക്കെ തോന്നും, പക്ഷെ കഴിക്കുമ്പോൾ ക്രേവിങ്സിന് ഞാൻ എല്ലാം മേടിച്ച് എൻ്റെ ഫ്രണ്ടിൽ എത്തുമ്പോൾ തന്നെ എനിക്കിങ്ങനെ വോമിറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി തോന്നും. അപ്പം ഞാനൊന്നും കഴിക്കില്ലായിരുന്നു, ഞാൻ മേടിക്കും, വീട്ടിലുള്ളവർ കഴിക്കും, അങ്ങനെയായിരുന്നു. അപ്പം ഇച്ചിരി ഹാർഡായിരുന്നു ആദ്യത്തെ ഒരു ട്രിമസ്റ്റർ. വലിയ പ്രശ്നം നോർമലായി വരുന്നു. ഇപ്പം വലിയ കുഴപ്പമില്ല. എന്നാലും വോമിറ്റിംഗ് ഒക്കെ ഒത്തിരി ഭേദമാണ്. എന്തെങ്കിലും കഴിച്ചിട്ടില്ലെങ്കിൽ ഗ്യാസ് എന്തെങ്കിലും ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ വോമിറ്റ് ചെയ്യുന്നല്ലാതെ അങ്ങനെ ഇന്ന ഭക്ഷണം അങ്ങനെയൊന്നുമില്ല. ആദ്യം എനിക്ക് എന്താ പറയാ, മീറ്റ്, ഫിഷ്, സീ ഫുഡ് ഒന്നും പറ്റില്ലായിരുന്നു. സാമ്പാർ, രസം ഇത് മാത്രമായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. രാവിലെയും സാമ്പാർ, ഇഡ്ഡലി, ഉച്ചയ്ക്ക് സാമ്പാർ അല്ലെങ്കിൽ രസം അല്ലെങ്കിൽ മോരുകറി. രസമൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് സന്തോഷമാണ്. അത് മാത്രമായിരുന്നു. അങ്ങനെയൊക്കെ എല്ലാം കഴിക്കാൻ പറ്റും. ഈ പ്രഗ്നന്റ് ആണെന്ന് ആദ്യം പറഞ്ഞ ആ ഒരു മൂമെന്റ് ഉണ്ടല്ലോ, ആ ഒരു മൂമെന്റ് എങ്ങനെയായിരുന്നു? ആരോടാ ഫസ്റ്റ് പറഞ്ഞത്? ഒബ്വിയസ്ലി ഹസ്ബൻഡിനോടല്ലേ പറയാ. സാധാരണ അമ്മയോടൊക്കെ പറയുന്ന ലേഡീസ് ഉണ്ട്, അതാണ് ചോദിച്ചത്. ഇല്ലില്ല, ഞാൻ ആദ്യം ഉണ്ണിയേട്ടനോട്, ഹസ്ബൻഡിനോട് തന്നെ പറഞ്ഞേ. ഞാൻ ഈ പറയുന്ന പോലെ നമ്മൾ ഇൻസ്റ്റാമാർട്ടിൽ ഓർഡർ ചെയ്ത് വെക്കുമല്ലോ, അങ്ങനെ വെച്ചിട്ടില്ല. അപ്പൊ ആൾക്കൊരു ഐഡിയ ഇല്ല, ആൾക്കൊരു ഡൗട്ട് പോലും ഉണ്ടായിരുന്നില്ല ഞാനിത് എൻ്റെ കയ്യിലുണ്ടെന്നോ ഞാൻ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നോ ഒന്നുമില്ല. നമ്മൾ പ്ലാൻഡ് അല്ലായിരുന്നു. അപ്പൊ എനിക്ക് എൻ്റെ പീരീഡ്സ് മാറിയപ്പോൾ തന്നെ കുറേ, പിന്നെ അതിൻ്റെ കുറച്ച് സിംറ്റംസ് ഒക്കെ എനിക്ക് ഫീൽ ചെയ്തപ്പം ഞാൻ ആരോടത്തും പറഞ്ഞില്ല. ഈവൻ എനിക്ക് വീട്ടിലും ഞാൻ ചോദിച്ചില്ല, ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്തും പറഞ്ഞില്ല. ഞാൻ വെറുതെ റാൻഡമായിട്ട് രാവിലെ എൻ്റെ കയ്യിൽ സാധനം ഇരിക്കുന്നുണ്ട്, ഞാൻ വളരെ റാൻഡമായിട്ട് മോർണിംഗ് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാ. 2 ലൈൻ കണ്ടപ്പോൾ ഞാൻ ആകെ ഷോക്ക്ഡായി. പിന്നെ എനിക്ക് ഈ പറയുന്ന പോലെ സർപ്രൈസ് ഒക്കെ കൊടുത്തിട്ട് വീട്ടിൽ സർപ്രൈസ് കൊടുക്കണം, അല്ലെങ്കിൽ ഹസ്ബൻഡിന് അതൊരു സർപ്രൈസ് ആയിട്ട് വേണം അറിയിക്കാൻ, അങ്ങനെയൊന്നും ആ സമയത്ത് തോന്നിയില്ല. ഭയങ്കര എനിക്ക് ഒട്ടും പേഷ്യൻസ് ഇല്ലായിരുന്നു. എനിക്ക് ഇത്രയും പെട്ടെന്ന് ഉണ്ണിയേട്ടൻ അറിയണം. ഞാൻ ആ ചൂടോടെ പോയിട്ട് ഞാൻ ആ സമയത്ത് എനിക്ക് ഉണ്ണിയേട്ടൻ പുറത്ത് ഞങ്ങളുടെ വീട്ടിലെ ഡോഗിനെ നടത്തിക്കാൻ കൊണ്ടുപോയിക്കായിരുന്നു.
അപ്പോൾ ആള് നടത്തിച്ച് വീട്ടിലേക്ക് എത്തുന്ന സമയത്താണ് ഞാൻ ഓടിപ്പോയിട്ട് കണ്ണടക്കി ഞാനൊരു കാര്യം കാണിക്കാം എന്ന് പറഞ്ഞിട്ട് ഇത് കാണിക്കണേ. ആള് ഭയങ്കര ആൾക്കും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഈ പറയുന്ന പ്ലാൻഡ് അല്ലാത്തതുകൊണ്ട് നമ്മള് ഇത് ഒട്ടും പ്ലാൻഡ് അല്ല. പെട്ടെന്ന് ഇത് കണ്ടപ്പം ആളും ഭയങ്കര ഷോക്കായി. ശരിക്കും ആള് ചോദിച്ചു ഞാൻ വല്ല പ്രാങ്ക് ചെയ്യുന്നതാണോ. അപ്പൊ ആള് ഇങ്ങനെ കുറെ തവണ റിയലി ശരിക്കും എന്ന് ചോദിച്ചോണ്ടിരിക്കുന്നു. അപ്പൊ പിന്നെ ആളുടെ കണ്ണൊക്കെ നിറഞ്ഞു ഭയങ്കര ഹാപ്പി. പിന്നെ എനിക്ക് എല്ലാവരുടെ അടുത്തും ഇപ്പൊ അമ്മയുടെ അടുത്താണെങ്കിലും ഞാനും ഹസ്ബൻഡും ഇവിടെ ആ സമയത്ത് അമ്മയൊക്കെ ഇപ്പൊ എൻ്റെ പാരൻസ് ആണെങ്കിലും ഹസ്ബൻഡിന്റെ പാരൻസ് ആണെങ്കിലും ഗുരുവായൂർ കോഴിക്കോട് അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇവരുടെയൊക്കെ റിയാക്ഷൻ എനിക്ക് കാണണമെന്നുണ്ട്. അപ്പൊ ഞാൻ എല്ലാവരും വീഡിയോ കോൾ ചെയ്തിട്ടാ. പിന്നെ അതൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഉണ്ണിയേട്ടൻ്റെതും ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരതും ഇത് എനിക്ക് ഇനിയും ഭാവിയിലേക്കാണെങ്കിൽ അല്ലെങ്കിൽ കുഞ്ഞ് വരുന്ന സമയത്ത് കുഞ്ഞിന് ഒരു പ്രായമാകുമ്പോഴൊക്കെ കാണിച്ചു കൊടുക്കണം. ഇതെല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും റിയാക്ഷൻ. ഞങ്ങളുടെ രണ്ടുപേരുടെയും അമ്മമാര് കരഞ്ഞു. എന്റെയും അമ്മയും ഉണ്ണിയേട്ടൻ്റെ അമ്മയും വെയിറ്റ് ചെയ്യായിരുന്നു തോന്നുന്നു അല്ലേ? അതെ അതെ. കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷം, എത്ര വർഷമായി? കല്യാണം കഴിഞ്ഞിട്ട് 4 years. അപ്പം ഇപ്പം ഒരു ആർട്ടിസ്റ്റ് ആകുമ്പോഴത്തേക്ക് എല്ലാവരും ചോദിക്കും കരിയറിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുകയാണല്ലോ എന്നുള്ള രീതിയിലായിരിക്കും സംസാരിക്കുക. പക്ഷെ ചേച്ചി ഭയങ്കര സർപ്രൈസിങ് ആയിട്ട് നമ്മൾ പ്ലാൻഡ് അല്ല എന്നും പറയുന്നുണ്ട്. ശരിക്കും പ്ലാൻഡ് അല്ലാത്ത സമയത്ത് ഒരു ബേബി വരുമ്പോഴത്തേക്ക് നമ്മൾ കുറേ കാര്യങ്ങൾ മാറ്റി വെക്കേണ്ടി വരും. അപ്പം അങ്ങനെ ചിന്തിച്ചു ഈശ്വരാ ഇനി ഇന്ന കാര്യങ്ങൾ മാറ്റി വെക്കണം, എന്ത് ചെയ്യും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മുന്നിൽ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഫസ്റ്റ് ഇത് കാണിക്കുമ്പം എനിക്ക് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഒട്ടും പ്രിപ്പയർഡ് അല്ല. ഞാൻ ഒരു അമ്മയാവാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷനും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ഈവൻ ഉണ്ണിയേട്ടനാണെങ്കിലും ആ ഒരു ഭാഗം ഞങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ ഞങ്ങളുടെ അടുത്ത് ഫാമിലി എന്ന് പറയുമ്പോഴും സമയമായിട്ടില്ല. ഉണ്ണിയേട്ടൻ പറയണത് ആദ്യം ഈ കൊച്ചൊന്ന് വലുതാവട്ടെ എന്ന് പറയും. ഞാൻ വീട്ടിൽ ഭയങ്കര കുഞ്ഞാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് ഇങ്ങനെ വന്നപ്പം എനിക്ക് എല്ലാവരും പുണ്യേട്ടനെ കാണിച്ച പുണ്യേട്ടൻ പെട്ടെന്ന് കണ്ണൊക്കെ നിറഞ്ഞ് ഭയങ്കര ഹാപ്പി. എന്റെ പാരന്റ്സ്, എന്റെ ബ്രദേഴ്സ്, ഞങ്ങളുടെ സിബ്ലിങ്സ്, ഫ്രണ്ട്സ് ഒക്കെ ഭയങ്കര എക്സൈറ്റ്മെന്റ്. അവരുടെ ഹാപ്പിനെസ് കണ്ടപ്പം എനിക്ക് അവരുടെ സന്തോഷമായിരുന്നു ഞാൻ എൻജോയ് ചെയ്തോണ്ടിരുന്നെ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ റിയാലിറ്റിയിൽ കട്ടിയപ്പോ അയ്യോ ഞാനിങ്ങനെ കമ്മിറ്റ് ചെയ്ത് അത് അങ്ങനെയൊന്നുമില്ല. ഞാൻ കമ്മിറ്റ് ചെയ്ത വർക്കൊക്കെ എന്ത് ചെയ്യും. കുറെ ആക്ഷൻ സീക്വൻസ് ഒക്കെ ഉള്ള സിനിമ ഉണ്ടായിരുന്നു. അതൊക്കെ എന്ത് ചെയ്യും, ഇവരോടൊക്കെ എന്ത് പറയും. അപ്പോൾ അത് ഈ പറയുന്ന പോലെ പ്രിപ്പയർഡ് അല്ല, പ്ലാൻഡ് അല്ലാത്തതിൻ്റെ ഒരു ആദ്യം ഒന്ന് ഞാൻ പിന്നീട് ഉണ്ണിയേട്ടനോട് ചോദിച്ചു ഇനി എന്താ ചെയ്യാ ഇങ്ങനെ ചോദിച്ചോണ്ടിരുന്നു. ഞാൻ ഏട്ടനെ ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ത് ചെയ്യും എന്ന് വെച്ചിട്ട്. പിന്നെ അപ്പോഴൊക്കെ ഈ പറയുന്ന പോലെ എൻ്റെ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ചുറ്റുമുള്ളവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു. അതായിരുന്നു എൻ്റെ. അതുവരെ എനിക്ക് ഞാൻ ഒരു അമ്മയാവാൻ പോകുന്നു, എനിക്കൊരു ബേബി വരണം, അതൊന്നും എനിക്ക് അപ്പൊ തോന്നിയിട്ടില്ല. എപ്പോഴും പിന്നെ ഇത് റിലൈസ് ചെയ്ത് ഞാൻ ഒരു അമ്മയാകാൻ പോകുന്നു, എനിക്കൊരു ബേബി വരാൻ പോകുന്നു. സ്കാനിങ്ങിന് പോകുന്ന സമയത്തും എനിക്ക് അങ്ങനെ അവര് സ്കാൻ ചെയ്യുമ്പോൾ മോണിറ്റർ അവരുടെ ഫേസ് ചെയ്തിട്ട് വെക്കുന്നു. പിന്നെ നമുക്കൊരു ഇത് തരുമല്ലോ, കോപ്പി തരുമല്ലോ, ഫോട്ടോ തരും. അപ്പൊ അതിനകത്ത് ഇങ്ങനെ കാണുമ്പോൾ ഒരു ചെറിയൊരു സാധനം ഞാനത് കാണുമ്പോഴും ഓക്കെ പ്രഗ്നന്റ്, ഞാൻ പ്രഗ്നന്റ് ആണ് എന്നുള്ളൊരു ഫീൽ. നമുക്ക് വയറ് വന്ന് തുടങ്ങിയിട്ടില്ല, പ്രത്യേകിച്ച് വേറെ ഇതൊന്നുമില്ല. പിന്നെ എനിക്ക് ഫസ്റ്റ് അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു തവണ സ്കാനിങ്ങിന് പോയ സമയത്ത് ഇതുപോലെ തന്നെ അവർ ഫേസ് ചെയ്തുകൊണ്ട് വെച്ച് നോക്കുമ്പോ ഞാനിങ്ങനെ മേളിലേക്ക് നോക്കിയിട്ടൊക്കെ ഇത് കഴിയണല്ലോ. അപ്പൊ അത്രയും സമയം ഞാനിങ്ങനെ മേളിലേക്ക് നോക്കുമ്പോൾ പെട്ടെന്ന് ഒരു മോണിറ്റർ തിരിച്ചു. അപ്പൊ ഞാൻ നോക്കുമ്പം ഇങ്ങനെ എന്താ പറയാ എന്തോന്ന് ഇങ്ങനെ ചാടി കളിക്കണം. ഇതെന്താന്ന് ചോദിച്ചു. അപ്പൊ ഡോക്ടർ പറഞ്ഞു ബേബിയുടെ ഹാർട്ട് ബീറ്റ് ആണെന്ന് പറഞ്ഞു. ആ സമയത്താണ് എനിക്ക് ശരിക്കും അയ്യോ എന്റെ ഉള്ളിലൊരു ജീവൻ, അല്ലെങ്കിൽ ഞാൻ ഒരു അമ്മയാകുമ്പോ എന്റെ കുഞ്ഞ്, അങ്ങനെ ഒരു ഫീൽ പോകുന്നത് എനിക്ക് ആ മൊമെന്റില്ല. അതുവരെ ഞാൻ അമ്മയാവാൻ പോകുന്നു എന്നുള്ളതിന് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. ബാക്കി ഇവരൊക്കെ ഹാപ്പിയാണ്, അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ്. പക്ഷെ ആ ഒരു മൊമെന്റ് ഞാൻ ഹാർട്ട് ബീറ്റ് കണ്ട ആ ഒരു മൊമെന്റിലാണ് എനിക്ക് ശരിക്കും റിയലൈസ് ചെയ്തത് ഞാനൊരു അമ്മയാണ്. അത് ഒരു മിക്സഡ് ഇമോഷൻ ആയിരുന്നു. എനിക്ക് ചിരിയും വരുന്നുണ്ട്, എന്റെ കണ്ണും നിറയുന്നുണ്ട്. അന്ന് ഉണ്ണിയേട്ടൻ ഉണ്ടായില്ല, ആ സ്കാനിങ്ങിന് എന്റെ കൂടെ ഉണ്ണിയേട്ടൻ ഉണ്ടായില്ല. അപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് അപ്പൊ ഉണ്ണിയേട്ടനായിരുന്നു. എനിക്ക് ഏട്ടനും ഇത് കാണണമെന്നുണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് വിളിച്ചിട്ടൊക്കെ ഞാൻ ഹോസ്പിറ്റലിൽ തന്നെ മാറിയിരുന്ന് ഞാൻ കരഞ്ഞുകൊണ്ടാണ് ഏട്ടനോട് സംസാരിക്കുന്നത്. ഞാൻ കണ്ടു കുഞ്ഞാവിടെ ഹാർട്ട് ബീറ്റ് കണ്ടു, ഇങ്ങനെ ചാടി കളിക്കണുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം പിന്നെ ബേബി കറക്റ്റായിട്ട് ഫോം ഒക്കെ ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. ആള് പിന്നെ ഉണ്ണിയേട്ടൻ വരുന്ന സമയമാകുമ്പോഴേക്കും ബേബി കറക്റ്റ് ഫോം ചെയ്ത് ആള് നല്ല ചവിട്ടും ഇതൊക്കെ ആയിരുന്നു. 3 month ഒക്കെ 4th month ഒക്കെ ആകുമ്പോ
3 മന്ത് കഴിഞ്ഞു. 4th മന്ത് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് 4th മന്ത് അതെ ആ സമയത്ത് ബേബി പിന്നെ ഭയങ്കര ചാട്ടവും ചവിട്ടുന്നൊക്കെ ഭയങ്കര മൂവ്മെന്റ്സ് ഒക്കെ തരുന്നുണ്ടായിരുന്നു. അതായിരുന്നു ഉണ്ണിയേട്ടൻ ഫസ്റ്റ് കാണുന്നത്. അതായിരുന്നു ഞാൻ ഹാർട്ട് ബീറ്റ് ആയിരുന്നു ഫസ്റ്റ് കണ്ടത്. അപ്പം ചേട്ടൻ ആദ്യം ഒന്ന് കരഞ്ഞു അല്ലെങ്കിൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ ആളുടെ അവസ്ഥ എന്താണ്? അല്ല ഇപ്പൊ ഈ പറയുന്ന പോലെ ഞങ്ങള് ഒരു പ്ലാനിങ് കൊച്ചു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊച്ചിന് ചെറുകീശ്വരം ഒന്നും അറിയാത്ത ആൾക്കാരുടെ അടുത്തേക്കാണോ ഞങ്ങൾ വന്നതെന്നുള്ളത് ഇപ്പോഴും നമുക്കറിയില്ല. പിന്നെ ആള് ഭയങ്കരമായിട്ട് ഈ പറഞ്ഞ പോലെ പേടിയാണ്. കൂടുതൽ കെയർ ചെയ്യുന്നുണ്ട്, ആദ്യത്തിനേക്കാളും കൂടുതൽ കെയർ ചെയ്യുന്നുണ്ട്. പിന്നെ കുഞ്ഞ് വരുന്ന സമയം ഇപ്പം ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നതും പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. കുഞ്ഞ് വരുന്നതിന് മുമ്പ് നമുക്ക് ഇന്നത് സെറ്റ് ചെയ്യണം, അത് സെറ്റ് ചെയ്യണം, അത് സെറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇപ്പൊ ഞങ്ങളുടെ കോൺവെർസേഷനും രാത്രിയിലൊക്കെ കുഞ്ഞ് വന്ന സമയത്ത് ഇനി നമ്മൾ സ്കൂളൊക്കെ എങ്ങനെയായിരിക്കും ചിന്തിച്ചു. അതൊക്കെ ആക്ച്വലി ഞാനായിരുന്നു സംസാരിക്കുന്നത് ഉണ്ണിയുടെ അടുത്ത്. അപ്പൊ ഞങ്ങളുടെ കോൺവെർസേഷനേ മാറി. ഇനി അതായത് ഫ്യൂച്ചർ ബേബി അല്ലെങ്കിൽ കുറെ റെസ്പോൺസിബിലിറ്റീസ് വന്നു. ഇതൊക്കെ ശരിക്കും ഇതുവരെ ഞങ്ങൾ കല്യാണം കഴിഞ്ഞു ഞങ്ങൾക്കൊരു തോന്നലുണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഇത്രയും ഈ 4 years ആയിട്ടും ഞങ്ങൾ രണ്ടുപേരും കല്യാണം കഴിഞ്ഞതാണ്. മുമ്പ് ഞങ്ങൾ പ്രേമിച്ചുകൊണ്ടിരിക്കുമ്പോ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. കല്യാണം കഴിഞ്ഞു എന്നുള്ളൊരു തോന്നൽ ഞങ്ങൾക്ക് ഇതുവരെ ഇല്ലായിരുന്നു. ഞങ്ങളെല്ലാം അറിയുന്നത് ഒറ്റ വീഡിയോയിലൂടെയാണ്. അത് ഭയങ്കര അടിപൊളിയായിരുന്നു. അത് ക്യാപ്ചർ ചെയ്തത് ആരാ? ഏതായിരുന്നു? യൂട്യൂബ് വീഡിയോ. അത് എൻ്റെ ബ്രദറിന്റെ ടീം തന്നെയായിരുന്നു. അതിന്റെ കൺസെപ്റ്റും ഒക്കെ ഭയങ്കര അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ക്യാപ്ചർ ചെയ്തത് ഈ പറയുന്ന പോലെ എൻ്റെ അനിയൻ്റെ തന്നെ ഷോമോഷ് എന്ന് പറഞ്ഞ ടീം. പിന്നെ അതിന്റെ കോൺസെപ്റ്റ് അത് ആക്ച്വലി ചോറ്റാനിക്കര. ഞാൻ അതിനകത്ത് പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ മുമ്പ് അത് ഇതൊക്കെ എൻ്റെ പാരൻസ് ഒക്കെ ഇപ്പോഴും അറിയണം. എൻ്റെ അച്ഛനമ്മയ്ക്കൊന്നും അറിയ പോലുമില്ല. ഞാനത് ഡബ് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് അമ്മ ഉണ്ടായിരുന്നു കൂടെ. അന്ന് എന്തോ കാരണം കൊണ്ട് ഉണ്ണിയേട്ടൻ എൻ്റെ ഒപ്പം വരാൻ പറ്റില്ല. അമ്മയ്ക്കായിരുന്നു ഡബിങ്ങിന്റെ ടൈമിൽ വന്നേ. അപ്പൊ ഞാനിത് ഡബ് ചെയ്യുമ്പോൾ എനിക്ക് ടെൻഷനായിരുന്നു. ഈശ്വര അമ്മ ഞാൻ അമ്മ ഭയങ്കര ഷോക്ക്. എനിക്ക് കാണാൻ പറ്റും, ഞാൻ സ്റ്റുഡിയോയുടെ ഉള്ളിൽ നിന്ന് എനിക്ക് അമ്മേനെ പുറത്തുനിന്ന് കാണാൻ പറ്റും. അപ്പൊ ഞാൻ അതിനകത്ത് പറയുന്നുണ്ട് ഞങ്ങൾ മുമ്പ് കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു. അതെന്റെ വീട്ടിലാ അല്ലെങ്കിൽ എനിക്ക് ഉണ്ണിയേട്ടൻ അല്ലാണ്ട് വേറൊരാൾക്കറിയില്ല. പിന്നെ ആ ചോറ്റാനിക്കര ദേവിക്ക് അറിയായിരിക്കും, വേറെ ഒരാൾക്കറിയില്ല. അപ്പോ അതും ഈ പറയുന്ന പോലെ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയി ഞാൻ വീട്ടിൽ നിന്ന് പോകുന്ന സമയത്തൊക്കെ ഇന്ന് ഞങ്ങൾ കല്യാണം കഴിക്കുന്ന പറഞ്ഞ് പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല. പെട്ടെന്ന് പോയിട്ട് ശരിക്കും എന്തിനാ അങ്ങനെ ഒരു തീരുമാനം എടുത്തേ? മീൻസ് വീട്ടിൽ സപ്പോർട്ടല്ല, അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? വീട്ടില് സപ്പോർട്ടില്ലെന്ന് വെച്ചാൽ വീട്ടിലറിയാം ഞാനൊന്നും ഒളിച്ചു വെച്ചിട്ടില്ല. ഇപ്പൊ ഉണ്ണിയേട്ടനാണെങ്കിലും എന്നോടത്ത് ഇഷ്ടം തോന്നിയപ്പം ഞാനും ഉണ്ണിയേട്ടനടുത്ത് പറഞ്ഞത് വീട്ടിൽ വന്നിട്ട് ആദ്യം സംസാരിക്കൂ എന്നായിരുന്നു. അപ്പൊ ഉണ്ണിയേട്ടൻ ആദ്യം വന്ന് വീട്ടിൽ സംസാരിച്ചിട്ടുണ്ട്. വീട്ടിൽ വന്ന് അച്ഛനടുത്തും അമ്മയടുത്തും കാര്യം പറഞ്ഞിട്ടുണ്ട്. സപ്പോർട്ട് എന്ന് വെച്ചാൽ അവരങ്ങനെ സപ്പോർട്ടിങ് ഒന്നല്ല, പക്ഷെ അവർക്കറിയാം. എനിക്കിങ്ങനെ ഇഷ്ടമുണ്ട്, ഞങ്ങൾ രണ്ടുപേരും ഇഷ്ടത്തിലാണ്. പിന്നെ ഉണ്ണിയേട്ടൻ കുടുംബമായിട്ട് എന്നെ പെണ്ണ് കാണാൻ വീട്ടിൽ വന്നിട്ടുണ്ട്. ഫുൾ ഫാമിലി. അതിനൊക്കെ ശേഷമാണ് അമ്പലത്തിൽ പോയി താലി കെട്ടിയത്? അതിനൊക്കെ ശേഷമാണ്. മാലയിട്ട് കല്യാണം കഴിച്ചു നിങ്ങൾ? മാലയിട്ട് ഞങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും പൂജാരി കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങള് ഭഗവതിയുടെ മുമ്പ് ഞങ്ങളുടെ ഉള്ളിലുള്ളൊരു വിശ്വാസം, അങ്ങനെ ഞങ്ങള് കല്യാണം കഴിച്ചു. അതും ഈ പറയുന്ന പോലെ വളരെ സർപ്രൈസിങ് ആയിരുന്നു എനിക്കും. ഒട്ടും പ്ലാൻഡ് അല്ല. ഇപ്പൊ ഈ ബേബി വന്ന പോലെ തന്നെ അതും ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. ഒട്ടും പ്ലാൻഡ് അല്ലായിരുന്നു. അപ്പൊ ആ കാര്യം യൂട്യൂബിൽ എനിക്ക് ഈ ചോറ്റാനിക്കരയില് വെച്ചിട്ട് അമ്മയുടെ മുമ്പിൽ നിന്നായിരുന്നു അങ്ങനെ ഒരു കാര്യം നടന്നത്. അപ്പോ ബേബി വരുന്ന കാര്യം എനിക്ക് എന്റെ മനസ്സിൽ ഓക്കെ, ഞാൻ ഉണ്ണിയേട്ടനോട് പറഞ്ഞു, അമ്മ അച്ഛൻ അവരുടെ അടുത്ത് പറഞ്ഞു ഇനി എനിക്കിത് അറിയിക്കേണ്ടത് അവിടെയാണ്. ഞാനൊരു അമ്പലത്തിൽ പോവാണെങ്കിൽ ഞാൻ ആദ്യം പോകുന്നത് അവിടെ തന്നെയായിരിക്കും. ഞാൻ ദൈവം എടുത്ത് പറയും, അങ്ങനെ ഒരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ നിന്നപ്പോൾ ഞാൻ വെച്ചു നോക്കി യൂട്യൂബിൽ ഇനി ബാക്കി ആൾക്കാരുടെ അടുത്ത് അറിയിക്കുമ്പോഴും അവിടെ നിന്ന് തന്നെ ഈ വിശേഷം അറിയിക്കാം, ഈ ഒരു രഹസ്യം കൂടെ നമുക്ക് പറയാം എന്ന് തോന്നി. ഇത് കുറെ വർഷങ്ങളായിട്ട് ഞങ്ങൾക്കിടയിൽ മാത്രം ഉണ്ടായിട്ടുള്ള ഒരു രഹസ്യമല്ല. അപ്പൊ അങ്ങനെ പറയാമെന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ അപ്പോഴും ഞങ്ങള് വിചാരിക്കുന്നത് വീഡിയോ ഇറങ്ങുമ്പോഴായിരിക്കും നമ്മളുടെ പാരന്റ്സ് ഇത് കാണാൻ. പക്ഷെ അന്ന് ഡബിങ്ങിന്റെ സമയത്ത് ഉണ്ണിയേട്ടൻ ഉണ്ടായില്ല. അപ്പൊ ഞാൻ തന്നെ ഡബ് ചെയ്യാൻ പോവാൻ പറ്റില്ല, അമ്മ കൂടെ വന്നു. എന്റെ മനസ്സിൽ നല്ല ടെൻഷൻ ഉണ്ട്, ഒറ്റയ്ക്ക് ഞാൻ ഹാൻഡിൽ ചെയ്യണം. ഉണ്ണിയേട്ടനില്ല, കേൾക്കാണെങ്കിലും ഉണ്ണിയേട്ടനില്ലല്ലോ, ഒറ്റയ്ക്ക് എന്നെ ഇട്ട് കൊടുത്തിട്ട് പോയി എന്നൊക്കെ എന്റെ മനസ്സിലുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഡബ് ചെയ്തോണ്ടിരിക്കുമ്പോ അതിന് തൊട്ട് മുമ്പുള്ള ലൈൻ എത്തിയപ്പോ ഞാൻ കട്ട് ചെയ്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു ഇതൊരു ഓക്കെ ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അമ്മയെ നോക്കട്ടെ, എനിക്ക് അടുത്ത ലൈൻ പറയാൻ എനിക്കുള്ളിലൊരു പേടി.
സംഭവം ബേബി വരെ എത്തി. ആ ഒരു എന്നാലും consideration ഞാൻ അന്ന് കിട്ടും ചെയ്ത എന്നാലും. കള്ളത്തരാണല്ലോ. അപ്പൊ എനിക്കൊരു പേടി. ഞാനിങ്ങനെ കുറെ തപ്പി കഴിച്ച് ഞാൻ അതിന്റെ ഇടയിൽ കുറച്ച് വെള്ളം കുടിക്കുന്നു. എനിക്ക് അത് പറയാൻ മാത്രം എനിക്ക് പറ്റണില്ല. അപ്പൊ ഞാൻ അമ്മ അടുത്ത് പറഞ്ഞു, ചിലപ്പോ അമ്മ ഞാൻ അടുത്ത പറയുമ്പോ ഒന്ന് ഞെട്ടുമായിരിക്കും കേട്ടോ എന്ന് പറഞ്ഞു. ഇത്രേ പറഞ്ഞോളൂ. അപ്പൊ അമ്മ നമുക്കൊന്നും മനസ്സിലാകുന്നില്ല. ഞാനിത് ഡബ് ചെയ്യുന്ന സമയത്ത് എന്നിട്ട് ഞാൻ അമ്മനെ നോക്കണില്ല. എന്നിട്ട് ഞാൻ കുറച്ച് നോക്കുമ്പോ അമ്മ വായിൽ കൈ വെച്ചിട്ട് എന്നെ ഇങ്ങനെ നോക്കിയിരിക്കാന്ന് പറഞ്ഞിട്ട് അമ്മയുടെ ഫസ്റ്റ് ഇത് നിങ്ങൾ ചെയ്തു ഇനി എന്തിനാ നിങ്ങളിത് നാട്ടുകാരോട് ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് റിയാക്ഷൻ. പിന്നെ അച്ഛനടുത്ത് ഞാൻ അച്ഛനോട് അതുകൊണ്ട് ഞാൻ ആ യൂട്യൂബ് വീഡിയോ കാണാൻ നിർബന്ധിച്ചിട്ടില്ല. പക്ഷെ കണ്ടിട്ടുണ്ടാവുമായിരിക്കും, എന്റെ അടുത്ത് ചോദിക്കാത്തതായിരിക്കും. ഇനിയിപ്പൊ പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ. അദ്ദേഹത്തിനെ തന്നെ കല്യാണം കഴിച്ചു, ഇപ്പൊ ഒരു കുട്ടിയാവുന്ന പ്രശ്നമില്ല. അത് അവരുടെ സമ്മതത്തോടു കൂടി ഞങ്ങൾ വേറെ കല്യാണം കഴിച്ചു. ഇപ്പതേ 5 മാസമായി ഇങ്ങനെ ഇരിക്കണു, ഒരു കുഞ്ഞൊക്കെ ആയില്ലേ. ഇനിയിപ്പൊ പറഞ്ഞിട്ട് അച്ഛൻ കണ്ടില്ലെങ്കിലും ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ അറിയിച്ചിട്ടുണ്ട്. അല്ല, നാട്ടുകാർ മൊത്തം കണ്ടു. എന്തായാലും അച്ഛൻ കണ്ടില്ലെങ്കിലും അച്ഛന് ഇൻഫർമേഷൻ കിട്ടുന്നുള്ളത് അറിയാം. പിന്നെ ഞാൻ അതിനെ പറ്റി ഒന്നും കൂടുതൽ അച്ഛനോട് ചോദിക്കാൻ പോയില്ല. അപ്പൊ ഞാൻ തിരിച്ച് ഉണ്ണിയേട്ടൻ വന്ന സമയത്ത് അന്ന് ഡബിങ് കഴിഞ്ഞ് ഞങ്ങള് വീട്ടിലെത്തിയപ്പം അമ്മ ഇങ്ങനെ ഉണ്ണിയേട്ടനോട്, നിങ്ങൾ രണ്ടുപേരും മിടുക്കന്മാരാണ്, എന്തൊക്കെ കള്ളത്തരങ്ങളാ ചെയ്തു വെച്ച ആ സമയത്ത് നിങ്ങളെ ഞങ്ങൾ വിശ്വസിച്ചു എന്നൊക്കെ പറഞ്ഞ അമ്മ ഭയങ്കര ഉണ്ണിയേട്ടൻ ഇങ്ങനെ ഓരോന്ന് അമ്മയെ കളിപ്പിച്ചിട്ട് അത് പിന്നെ അങ്ങ് വിട്ടു അങ്ങനെ രക്ഷപ്പെട്ടു. വലിയ സീരിയസ് ഒന്നുമല്ല, അമ്മയും തമാശയിലാണ്. പക്ഷെ ഞങ്ങൾ അത്രയും മിടുക്കരായിരുന്നു. ഇങ്ങനെ വീട്ടുകാരറിയാതെ ചെയ്തിട്ടുള്ള വേറെ എന്തെങ്കിലും കാര്യമുണ്ടോ ഇപ്പൊ പറയാൻ പറ്റുന്നത്? ഇതൊരു വലിയ കാര്യമാണ്, ഇതിലും വലുത് വേറെ ഇതിലും വലുത് വേറെ ഒന്നുമില്ല. അവരറിയാണ്ട് ഞങ്ങൾ പോയി കല്യാണം കഴിച്ചതൊന്നുമില്ല. അതല്ലാതെ വീട്ടുകാരറിയാതെ ചെയ്ത എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. എന്തായാലും പ്രണയിച്ച് നടന്നൊരു കാലഘട്ടം ഉണ്ടായില്ലേ? അല്ല, ഈ പറയുന്ന പോലെ ഞാൻ ഏട്ടൻ്റെ കൂടെ അല്ലെങ്കിൽ ഞങ്ങൾ സിനിമയ്ക്ക് പോകുന്ന സമയമാണെങ്കിലൊക്കെ അമ്മയ്ക്കറിയാം. ഞാൻ പറയും, ഞാനൊന്നും എണ്ണ കണ്ടുവരാം, അല്ലെങ്കിൽ ഞങ്ങൾ സിനിമയ്ക്ക് പോവുകയാണ്. എപ്പോഴും എൻ്റെ കൂടെ അമ്മ അച്ഛനും ചെയ്യുന്ന ഒരു ഒറ്റ കാര്യമായിരുന്നു, അനിയനെ കൂടെ വിടും എൻ്റെ. എന്നിട്ട് അവൻ്റെ അടുത്ത് പറയും, നീ അവരുടെ നടുവ് തന്നെ ഉണ്ടാവണം കേട്ടോ അതൊക്കെ പറയും. അത് അവൻ ഇപ്പോഴും, അവൻ കല്യാണം കഴിഞ്ഞൊന്നും അവൻ അറിഞ്ഞില്ല, അവൻ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, ഞങ്ങളുടെ നടുവ് തന്നെ വന്നിരിക്കും. എന്നിട്ട് ഉണ്ണിയേട്ടൻ പറയും, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു, ഇനി നിങ്ങൾക്ക് മാറാം എന്നൊക്കെ പറയും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഞാൻ മറച്ചു വെച്ച അങ്ങനെ വലിയ കാര്യങ്ങൾ ഇപ്പൊ ഞാൻ അമ്മയുടെ ബാക്കിയൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഏട്ടനായിട്ട് പിന്നെ അങ്ങനെ മറച്ചു വെക്കേണ്ടതൊന്നുമില്ല. ഇതായിരുന്നു ഏറ്റവും വലിയ രഹസ്യം. അതെ, ഇതിന് മേലെ ഒന്നുമില്ല, അതിന് വേറെ ഒന്നുമില്ല. വീട്ടിലെല്ലാം അറിയാം. ഓക്കെ. ഇപ്പം ഒരു ബേബി വരുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലേക്ക് വരും. അതൊക്കെ ഓൾറെഡി നമ്മൾ ഷെയർ ചെയ്തു. എങ്കിലും ഒരു ആൺകുട്ടി വേണോ പെൺകുട്ടി വേണോ അങ്ങനെയൊക്കെയുള്ളൊരു ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ? അല്ല, ആദ്യത്തെ കുട്ടി ആയതുകൊണ്ടേ എന്താണെങ്കിലും കുഴപ്പമില്ല. അപ്പൊ എനിക്ക് എന്ത് വേണം എന്നുള്ളതിനേക്കാളും ഉണ്ണിയേട്ടന്റെ എന്താണ് ആഗ്രഹം എന്ന് അറിയാനായിരുന്നു എന്റെ ക്യൂരിയോസിറ്റി. അപ്പൊ എന്ത് പറഞ്ഞു, ആളുടെ ആഗ്രഹം എന്താണ്? ആളുടെ അടുത്ത് ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുത്തിച്ചു വെക്കും, ഏട്ടന് ശരിക്കും എന്താ വേണ്ടേ? അപ്പൊ ഒന്നും പറയില്ല എൻ്റെ അടുത്ത്. അപ്പൊ ഞാൻ എന്നിട്ട് അറിയാൻ വേണ്ടിയിട്ട് പേരൊക്കെ കണ്ടുപിടിക്കണ്ടേ, പേര് വല്ലതും കണ്ടുവച്ചിട്ടുണ്ടോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ ചോദിക്കും. അപ്പൊ അതും ചെയ്തിട്ടില്ല. ആളും പറയണത് എന്താണെങ്കിലും കുഴപ്പമില്ല, ബേബി എന്തോ ആയിക്കോട്ടെ. പക്ഷെ എനിക്കത് വിശ്വസിക്കാൻ എന്തോ ഒരു പാട്. കാരണം ആൺപിള്ളേർക്ക് പൊതുവെ പെൺകുട്ടികളോട് താല്പര്യം ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്കറിയില്ല എന്താ വേണ്ടത് ഉണ്ണിയേട്ടന്. എന്റെ ക്യൂരിയോസിറ്റി എനിക്ക് കുഞ്ഞെന്താണെങ്കിലും കുഴപ്പമില്ല, ഫസ്റ്റ് ബേബിയാണ്. പക്ഷെ ഏട്ടൻ എന്താ വേണ്ടതെന്ന് അറിയാൻ വേണ്ടി ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു. അപ്പൊ ഞാൻ ഇതിന്റെ പിറകെ ഞാൻ വിടാണ്ട് പിടിച്ചോണ്ടിരിക്കും. ഞാൻ എന്നിട്ട് പറയും, സ്കാനിങ്ങില് ഞാൻ സ്കാൻ ചെയ്യുന്ന സമയത്ത് കണ്ടു, നമുക്ക് അവര് പറഞ്ഞൊന്നും തരില്ലല്ലോ. ഇവിടെ നമുക്കത് അറിയാൻ ഒരു വഴിയില്ല. അപ്പൊ ഞാൻ വെറുതെ ഉണ്ണിയേട്ടനോട് പറയും, സ്കാനിങ്ങിന്റെ സമയത്ത് ഞാൻ നോക്കിയപ്പം എനിക്ക് ചെറുതായിട്ട് മനസ്സിലായിട്ടുണ്ട് ബേബി ഏതാണ്, ആണാണോ പെണ്ണാണോ എന്നുള്ളത് പറയണോ എന്നൊക്കെ ചോദിക്കും. അപ്പൊ എന്നോട് പറഞ്ഞു, എനിക്കറിയണ്ട, എന്നോട് പറയണ്ട, എനിക്കത് സർപ്രൈസ് ആയിട്ട് അറിഞ്ഞാൽ മതി. ആ മൊമെന്റില്, അതായത് ലേബർ റൂമിന്ന് അപ്പം അല്ലെങ്കിൽ പിന്നെ കുട്ടി എന്ന് പറയുമ്പം കിട്ടുന്ന ആ ഒരു ഫീൽ എനിക്ക് മിസ് ചെയ്യാൻ താല്പര്യമില്ല. എനിക്ക് ആ സമയത്ത് അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഞാനത് ആലോചിച്ചപ്പോഴും ശരി, അത് നല്ലൊരു ഐഡിയ അല്ലേ, സർപ്രൈസ് ആയിട്ട് ഇരിക്കട്ടെ. പിന്നെ ഞാനും അതിന്റെ പിന്നാലെ, എനിക്കും അറിയണമെന്നില്ല എന്ത് കുഞ്ഞാണ്, രണ്ടുപേർക്കും ഉള്ളിലൊരു ആഗ്രഹം ഉണ്ടാവില്ല എന്തായാലും. ഇപ്പം വേറൊരാളുടെ കുട്ടീനെ കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ ഒക്കെയുള്ള ഇതേപോലെ ഒരു മോളെ എനിക്കുണ്ടായിരുന്നെങ്കിൽ തോന്നും, അല്ലെങ്കിൽ ആൺകുട്ടിയെ കാണുമ്പോൾ ഇതുപോലെ ഒരു കുർബനായിട്ടുള്ള മോനെ എനിക്കുണ്ടായിരുന്നെങ്കിലും ചിന്തിക്കില്ലേ? അങ്ങനെ എപ്പോഴേലും ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല, എനിക്ക് അങ്ങനെ ഇന്ന കുട്ടി വേണമെന്ന് ഒന്നുമില്ല എൻ്റെ മനസ്സിൽ. പക്ഷെ ഞാൻ ഈ പറയുന്ന പോലെ അറിയാനൊരു ശ്രമമൊക്കെ അവര് ഈ തരുന്ന റിപ്പോർട്ട് ഉണ്ടല്ലോ, മറ്റേ ഫോട്ടോ ഉണ്ടാവുമല്ലോ,
അതൊക്കെ ഞാൻ ChatGPT-യിലൊക്കെ ഇട്ടിട്ട് ഏതാന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നൊക്കെ എന്ത് മറുപടി തന്നു? ഇല്ലാന്ന് പറഞ്ഞു. ഒന്നും തരില്ല. അത് കണ്ടിട്ടൊന്നും അവർക്ക് മനസ്സിലാവാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഒരു ശ്രമം ഞാൻ ChatGPT ഒക്കെ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ മറ്റേ മൂമെന്റ്സ് വെച്ചിട്ടും അല്ലെങ്കിൽ ഇങ്ങനെ ഡേറ്റ്സ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ യൂട്യൂബിലൊക്കെ കാണാറില്ല. പക്ഷെ അതൊക്കെ വെറുതെ വിത്തല്ലേ. അത് ചിലര് എന്റെ അടുത്ത് വന്നിട്ട് പറയും വയറ് കണ്ടിട്ട് കുട്ടിയായിരിക്കും, ബോയ് ആണോ ഗേളാണോ? അല്ലെങ്കിൽ ചിലർ പറയും സൗന്ദര്യം പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ്, സൗന്ദര്യം കൂടിയിട്ടുണ്ടെങ്കിൽ ഇന്ന കുട്ടിയാണ്. അതിപ്പോ രണ്ട് ഇതും പറയാറുണ്ട്. എന്റെ അടുത്ത് സൗന്ദര്യം പോയതും പറയാറുണ്ട്, കൂടിയെന്നും പറയാറുണ്ട്. പക്ഷെ അതൊക്കെ ഈ പറയണ പോലെ മിത്താണ്. അതൊന്നും എനിക്ക് അറിയില്ല. അങ്ങനെയൊക്കെ അതിലൊന്നും ഞാൻ വിശ്വസിക്കുന്നുണ്ടോ അതൊരു കാര്യം. പൊതുവെ ആർട്ടിസ്റ്റുകളായിരിക്കുന്ന സ്ത്രീകൾ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പം കല്യാണം കഴിഞ്ഞു എന്ന രീതിയിൽ കാറ്റഗറൈസ് ചെയ്യപ്പെടും. അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മയായി കഴിഞ്ഞാൽ പിന്നെ ആ രീതിയിലേക്ക് മാറും. അപ്പം ഈ കരിയർ നോക്കുകയാണെങ്കിൽ ഇനി അഭിനയത്തിലേക്ക് വരുമ്പോൾ എന്തായിരിക്കും എൻ്റെ കരിയർ, സിനിമാ ജീവിതം എങ്ങനെയായിരിക്കും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പോൾ ഈ കല്യാണം കഴിഞ്ഞ സമയത്ത് ഇതേപോലെ കല്യാണം കഴിഞ്ഞ സ്ത്രീകൾക്ക് സിനിമകൾ കുറയും, അവസരങ്ങൾ കുറയും, അങ്ങനെ ഒരു ഇതൊക്കെ ഞാനും കേട്ടിട്ടുണ്ട്. അപ്പം കുറേ ആൾക്കാർ, ചില ഡയറക്ടേഴ്സ് പോലും എന്നെ കല്യാണം കഴിഞ്ഞ സമയത്ത് വിളിക്കുമ്പോൾ ദുർഗ ഇപ്പൊ സിനിമയൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടാണ്. ഞാൻ എൻ്റെ കരിയർ വേറെയും എൻ്റെ ലൈഫ് വേറെയാണ്. ഞാൻ ലൈഫിൽ ഞാൻ കല്യാണം കഴിഞ്ഞു തൊട്ട് അതിനകത്ത് കരിയറിൽ വേറെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എനിക്ക് അന്നും എനിക്ക് മനസ്സിലായിട്ടില്ല അതെന്തുകൊണ്ടാണ് അങ്ങനെ ചോദിക്കണേന്നുള്ളത്. ഒരുപക്ഷെ ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ നല്ല സിനിമകൾ ചെയ്തിട്ടുള്ളത്, കുറച്ചും കൂടി സ്ട്രോങ് ക്യാരക്ടേഴ്സൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ പെർഫോമൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള മൂവീസ് ചെയ്തിട്ടുള്ളതൊക്കെ കല്യാണത്തിന് ശേഷമാണ്. എനിക്ക് കൂടുതൽ ഹെൽപ്പായി. കാരണം എൻ്റെ ഭാഗത്തുനിന്ന് കഥ കേൾക്കാൻ എനിക്ക്, അല്ലെങ്കിൽ എനിക്ക് ഡിസ്കസ് ചെയ്യാൻ ഒരാളും കൂടി ഉണ്ട്. അപ്പോൾ എനിക്കത് കൂടുതൽ എളുപ്പമായി. അല്ലെങ്കിൽ എനിക്ക് സിനിമ ചൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഈസി ആയി അത്. അപ്പം ഇപ്പം ഈ കുഞ്ഞാണെങ്കിലും ഇപ്പം ഈ പറഞ്ഞ പോലെ ഒരു അമ്മയാവാൻ പോകുന്നു, അല്ലെങ്കിൽ ഒരു ബേബി, ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല ഒരു സ്ത്രീക്ക് അവളുടെ ഡ്രീമിലേക്കുള്ള ഒരു തടസ്സമാണ് ഈ കുഞ്ഞ് അമ്മ. അതൊക്കെ അവരുടെ, അതെ, മാരേജ് അല്ലെങ്കിൽ അമ്മയാവാൻ പോകുന്നത്, കുട്ടികള്, ഇതൊന്നും അവരുടെ ഡ്രീമിലേക്കുള്ള ഒരിക്കലും അതൊരു തടസ്സമല്ല. അത് അവരുടെ ലൈഫിൽ പോകുന്ന കാര്യങ്ങളാണ്. കരിയർ വേറെ വഴിക്കും ലൈഫ് വേറെ വഴിക്കും, ഇത് ലൈഫിലുണ്ടാവുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ നമ്മുടെ ബ്ലെസ്സിങ്സ് ആണ്. പക്ഷെ അതൊരിക്കലും കരിയറായിട്ട് രണ്ട് തരത്തിലുള്ള ബ്ലെസ്സിങ്സ് ആണ്. എന്റെ ലൈഫിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് എന്റെ കരിയറിൽ ഒരിക്കലും അത് എഫക്ട് ചെയ്യേണ്ട കാര്യമില്ല. അപ്പം ഇതൊന്നും എൻ്റെ ഡ്രീമിലേക്ക്, എനിക്ക് എത്തിപ്പെടാനുള്ള എൻ്റെ ഡ്രീമിലേക്ക് ഇതൊന്നും ഒരു തടസ്സമല്ല. ഇതൊക്കെ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ഇനിയും മുമ്പോട്ടേക്ക് സിനിമാ കാര്യങ്ങള്, ഓക്കെ ഇനി ഒരു കുഞ്ഞു വന്നു, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നേ ഇല്ല. ഈവൻ തോ ഇപ്പോഴും ഞാൻ സിനിമ ചെയ്യാൻ തയ്യാറാണ്. എൻ്റെ അടുത്ത് ഇപ്പൊ ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടുള്ള സിനിമകൾ ഈ പറയുന്ന പോലെ ആക്ഷൻ സീക്വൻസ് ഉണ്ട്. ഒരു തമിഴ് പടം ഉണ്ടായിരുന്നു, മലയാളത്തിലും പടം ഉണ്ടായിരുന്നു. ഇത് രണ്ടും ഈ പറയുന്ന പോലെ തമിഴ് പടം ഈ കുറച്ച് ഓട്ടവും കാര്യങ്ങളും, റിവെഞ്ച് സ്റ്റോറിയാ, അതേ കുറച്ച് ഓട്ടവും കാര്യങ്ങളും, അതും എനിക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇവിടെ ചെയ്യാൻ വന്നതും അത് ഭയങ്കര ആക്ഷൻസ് ഉള്ളതായിരുന്നു. എനിക്കത് ഒഴിവാക്കല്ലാണ്ട് വേറെ വഴിയില്ല. അത് ശരിക്കും വേറെ ആർട്ടിസ്റ്റിനെ കാസ്റ്റ് ചെയ്തോ? ഞാൻ പിന്നെ അന്വേഷിച്ചിട്ടില്ല. ഉണ്ടാവുമായിരിക്കും, ഞാൻ അറിയിച്ചല്ലോ, ബാക്കി ചെയ്തിട്ടുണ്ടാവുമായിരിക്കും. പിന്നെ ഇനി ഇപ്പം അതല്ലാതെ അതിന് ശേഷം ഞാൻ 5ാം മാസത്തിലാണ് ഞാൻ അനൗൺസ് ചെയ്യുന്നത്. അപ്പൊ അത് ആർക്കും അറിയില്ല. പെട്ടെന്ന് ഞാൻ അങ്ങ് ഷട്ട് ഡൗൺ, എന്റെ സോഷ്യൽ മീഡിയ ഒക്കെ ഷട്ട് ഡൗൺ ചെയ്തു. അതെ, ഭയങ്കര ഗ്യാപ്പ് ആയിരുന്നു. അതിനുശേഷം ഇങ്ങനെ ഒരു വീഡിയോ വരുന്നത്. അപ്പോ പെട്ടെന്ന് ഞാൻ ഒന്നും എല്ലാം മിണ്ടാതെ ഒതുങ്ങിയിരിക്കായിരുന്നു. കാരണം എന്റെ ഒരു ഫോട്ടോ കണ്ടിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് അറിയാൻ പറ്റും ഞാൻ പ്രഗ്നന്റ് ആണെന്നുള്ളത്. എനിക്ക് പെട്ടെന്നായിരുന്നു എനിക്ക് ഫേസിൽ പോലും എന്റെ ബോഡിയിൽ പോലും ഉണ്ടായിട്ടുള്ള ചേഞ്ചസ്. അപ്പൊ ഞാൻ എല്ലാത്തൊന്നും മാറിയിരുന്നു. ഞാൻ ഹോസ്പിറ്റല് ചെക്കപ്പിന് വേണ്ടി ഹോസ്പിറ്റൽ, എൻ്റെ വീട്, ഇത് മാത്രമായിരുന്നു എൻ്റെ ലോകം ഈ ഒരു 5 മാസം വരെ. ഇപ്പോഴാണ് ഞാൻ പുറത്തിറങ്ങി തുടങ്ങിയത്. അപ്പോൾ ആ ഒരു സമയത്ത് ഡയറക്ടേഴ്സിന് അറിയില്ലല്ലോ എനിക്കിങ്ങനെ കെയറിങ് ആണെന്നൊക്കെ. അപ്പൊ അവര് വിളിച്ചിട്ട് ചോദിക്കുമ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറയും ഞാനിങ്ങനെ കെയറിങ് ആണ്, പക്ഷെ എൻ്റെ ഹെൽത്ത് വൈസ് ഞാൻ ഓക്കെയാണ്, എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് എനിക്കുണ്ട്. അവർക്ക് ഓക്കെ ആവണല്ലോ അങ്ങനെ. പക്ഷെ അവർക്ക് ആ ഒരു റിസ്ക് എടുക്കാനുള്ള അവർക്ക് അതൊരു ടെൻഷനാണ്. അപ്പൊ അങ്ങനെ അതുകൊണ്ട് ചെയ്യാതെ, അല്ലാതെ ഇപ്പോഴും ഞാൻ ഓക്കെയാണ്. ഞാൻ സിനിമ ചെയ്യാനാണെങ്കിലോ അല്ലെങ്കിൽ ഒരു സ്റ്റേജ് ഷോ ചെയ്യാനും ഞാൻ ഓക്കെയാണ്. എനിക്ക് ഇഷ്ടമാണ്. കാരണം എന്നെ ഏറ്റവും ഹാപ്പി ആക്കുന്ന
ഇപ്പോൾ ഈ സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷത്തോടെ ഇരിക്കണം എന്ന് പറയും. തീർച്ചയായിട്ടും എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. വർക്കുകളാണ്. പിന്നെ എനിക്ക് സിനിമ, ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന കാര്യം ഇപ്പം അതൊക്കെയാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ബേബി വന്നു കഴിഞ്ഞാലും ഞാൻ കണ്ടിന്യൂ ചെയ്യും. ഓക്കെ. ഇപ്പം ഷൈൻ ചേട്ടനും ഒക്കെ ആയിട്ടുള്ള ഒരു അടുപ്പമുണ്ടെന്ന് എനിക്കറിയാം. ഇപ്പം പുള്ളിയുടെ ലൈഫിൽ കുറേ പ്രശ്നങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. എപ്പോഴെങ്കിലും വിളിച്ചിരുന്നോ, സംസാരിച്ചിരുന്നോ? ഷൈൻ ചേട്ടനെ ഇങ്ങനെ 2-3 ദിവസം മുമ്പ് മെസ്സേജ് ചെയ്തു. ആള് ഡിസ്ചാർജായി വീട്ടിൽ വന്നു, മമ്മിയും ഡിസ്ചാർജ് എന്ന് പറഞ്ഞു, ഓക്കെ വരണു എന്ന് പറഞ്ഞു. എനിക്ക് വീട്ടിൽ പോകാനൊന്നും പറ്റുന്ന ഒരു സാഹചര്യം ആയിരുന്നില്ല. പക്ഷെ ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. കാരണം ഞങ്ങൾ വർക്കിന് പോകുന്ന സമയത്ത് ഷൈൻചേട്ടൻ്റെ കൂടെ ഞാൻ എപ്പോഴും മമ്മിയും ഡാഡിയും കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ഭയങ്കര ഷോക്കിങ്. എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു എനിക്കത് അറിഞ്ഞ ദിവസം. എല്ലാവർക്കും അതൊരു വലിയ ഷോക്കിംഗ്. പിന്നെ ഡാഡി എല്ലാവർക്കും അറിയാം. അതെ അതെ, എല്ലാവർക്കും ഡാഡിയാണ്. ഡാഡി മമ്മി എല്ലാവർക്കും അറിയാം. അപ്പം നമ്മൾ ഇപ്പം എന്താ പറയുക, ഇവിടെ അല്ലാതെ പുറത്ത് പഞ്ചാബ് പോകുന്ന സമയത്ത് ഷൈനായിട്ട് അല്ലാതെ ദുബായിലൊക്കെ പോകുന്ന സമയത്ത് ഇവരുണ്ടാവും. എനിക്ക് അങ്ങനെ അറിയാം. അപ്പം അത് പെട്ടെന്ന് ആ ന്യൂസ് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. എനിക്ക് ഷൈൻ ചേട്ടൻ ഇനി എന്ത് ചെയ്യും എന്നുള്ളൊരു ഇതായിരുന്നു. ഡാഡി പോയി എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വന്നിട്ടുള്ളത് ഷൈൻ ചേട്ടൻ എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യമായിരുന്നു. ആള് കുഴപ്പമില്ല, ആള് ബെറ്റർ ആയി വരുന്നു തോന്നുന്നു. ഞാൻ വിളിച്ചില്ല, ഞാൻ കുറച്ച് ദിവസം മുമ്പ് മെസ്സേജ് ചെയ്തു. അപ്പോൾ ആളിങ്ങനെ ഡിസ്ചാർജ് ആയി, മമ്മി ഡിസ്ചാർജ് ആയി എന്ന് പറഞ്ഞു, ബെറ്റർ ആയി വരുന്നു. ഓക്കെ, ബെറ്ററായി വേഗം വരട്ടെ സിനിമകളിലേക്കൊക്കെ. ഇപ്പം നമ്മൾ ഏറ്റവും ചർച്ച ചെയ്യുന്നത് സിനിമ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ട്. ലഹരിയുടെ ഉപയോഗമാണ് ഏറ്റവും കൂടുതലും ശക്തമായിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ, നമുക്ക് അടുത്തറിയുന്ന ആൾക്കാർ ഇങ്ങനെ അല്ലല്ലോ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ചിലപ്പോൾ നമുക്ക് അടുത്തറിയുന്ന ആൾക്കാരെ തന്നെ ആയിരിക്കും ആ ഒരു പേരിൽ പുറത്തേക്ക് വരുന്നതും. അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളോട് ഇങ്ങനെ മനസ്സിലായില്ല. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മുടെ കൂടെ അഭിനയിച്ച ഒരു വ്യക്തി ലഹരിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പോലീസ് സ്റ്റേഷനിലാവുന്നു, അല്ലെങ്കിൽ കേസൊക്കെ വരുന്നു. അപ്പം നമ്മൾ ചിന്തിക്കും, നമ്മുടെ കൂടെ നമ്മുടെ അടുത്ത് ഭയങ്കര നല്ല രീതിയിൽ ബിഹേവ് ചെയ്ത ഒരു വ്യക്തിയാണ്, പക്ഷെ പിന്നെ എങ്ങനെയാണ് ഇങ്ങനെ എന്നുള്ളൊരു ചിന്ത വരില്ലേ? അത് ഒന്ന് ഈ പറയണ പോലെ എനിക്ക് ഈ സിനിമയിൽ ഒരു പ്രൊഫഷണലി ഉള്ള ഒരു സുഹൃത്ത് ബന്ധങ്ങൾ മാത്രമാണ്. അല്ലാതെ എനിക്ക് ആരുടെയും പേഴ്സണലി എനിക്ക് അറിയില്ല. എനിക്ക് ഇവരാരും പേഴ്സണലി എനിക്കറിയില്ല. ഒരു പ്രൊഫഷണലിലുള്ള ബന്ധം മാത്രമാണ്. പക്ഷെ ചില കലാകാരന്മാരെ കാണുമ്പോൾ ഇവരൊന്നും ഇങ്ങനെ വേണ്ടതല്ല, ഇവർക്ക് നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, ഇതൊന്നും യൂസ് ചെയ്ത് നശിച്ചു കൊണ്ടവരല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇനിയിപ്പം സിനിമയിലേക്ക് തിരിച്ചു വരുന്ന അവസരത്തിൽ ആരുടെ ആദ്യം വർക്ക് ചെയ്യണമെന്നാ താല്പര്യം? അങ്ങനെ ആരുടെ കൂടെ എന്നല്ലേ, നല്ല പടം ചെയ്യണം, നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന നല്ല സിനിമ ചെയ്യണം. അപ്പം കുറേ നാളത്തെ ആഗ്രഹം, അല്ലെങ്കിൽ ഒരുപാട് വെയിറ്റ് ചെയ്ത് അത്രയും പാമ്പർ ചെയ്തിട്ടാണ് ഒരു ബേബി വരാൻ പോകുന്നതെന്ന് എനിക്കറിയാം. പെട്ടെന്ന് മനസ്സിൽ ഏതെങ്കിലും ഒരു പേര് വിളിക്കണമെന്ന് തോന്നിയാൽ ഏത് പേരായിരിക്കും? ചുമ്മാ ഒരു പെറ്റ് നെയിം ആണെങ്കിലും ബേബിയെ കാണുമ്പോൾ ആദ്യം വിളിക്കില്ലേ? ചിലപ്പോൾ ഞാൻ ഇപ്പോഴാണെങ്കിലും ഞാൻ വയറിൽ വെച്ച് നമ്മുടെ പൊന്നെവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് കൽപ്പിക്കുക, അങ്ങനെയൊക്കെ ഉള്ളു. അങ്ങനെ പേര് ഇതുവരെ നമുക്കറിയില്ല. ഞാനും മുന്നേറ്റനും ആ ഒരു കാര്യം ചിന്തിച്ചിട്ടേ ഇല്ല. പെറ്റ് നെയിമും ഒന്നും നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല. എന്താന്ന് വെച്ചാൽ അറിയില്ല. ചിലപ്പോൾ ഞങ്ങൾ ഭയങ്കര മടിയന്മാരായിരിക്കും, കണ്ടുപിടിച്ചിട്ടില്ല. അങ്ങനെ ഞാൻ ഇപ്പോഴും കളിപ്പിക്കുന്ന സമയത്ത് അമ്മയുടെ പൊണ്ണാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്ന് കളിപ്പിക്കും. അങ്ങനെ ഈ കുറച്ച് കുഞ്ഞുങ്ങളെ കാണുമ്പോൾ നമുക്ക് കൊഞ്ചിക്കുന്ന കുറച്ച് വാക്കുകളുണ്ടല്ലോ, അത് വായിൽ വരും എന്നല്ലാണ്ട് പേരൊന്നുമില്ല. ഇപ്പം കുട്ടി ഉണ്ടാകുന്ന സമയത്ത് ഒരു ഇമോഷണലി നമുക്കൊരു കണ്ണുനീര് വരും. അപ്പം ലേഡീസ് ആകുമ്പം പ്രഗ്നൻസി ഡെലിവറി പെയിനൊക്കെ വരും, ഒക്കെ ശരിയാ. പക്ഷെ എങ്കിലും കൊച്ചിനെ ആദ്യം കാണുമ്പോൾ ഇമോഷണലി കരയാൻ സാധ്യതയുള്ള ആരായിരിക്കും? ചേച്ചിയാണോ ചേട്ടനാണ്? എനിക്കറിഞ്ഞൂടാ, അതൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല ആ സമയത്ത് എന്താ തോന്നണേന്നൊന്നും. എങ്കിലും കൂടുതൽ ഞാൻ എന്റെ പ്രസവം കഴിഞ്ഞിട്ട് ഒന്നും കൂടെ അന്ന് ഞാൻ പറഞ്ഞു ഒന്നും കൂടെ എക്സ്ക്ലൂസീവ്ലി ബേബി ചേട്ടനും കൂടെ. ഞാൻ ഇതിൽ ചേട്ടനെ പ്രതീക്ഷിച്ചു, പക്ഷെ വന്നില്ല, ആള് തിരക്കാണ്. അപ്പം ബേബിയും ചേച്ചിയും ചേട്ടനും വരണം. പ്രസവം കഴിഞ്ഞിട്ട് ഞാൻ അന്ന് സംഭവിച്ച കാര്യം എനിക്ക് അറിയില്ല, അന്ന് എന്താ നടക്കാൻ പോണേ ഇതൊന്നും നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തിട്ട്. ഒരു ഇമോഷണലി കുറച്ച് ഉള്ള ആളുണ്ടാവുമല്ലോ. അത് ഈ പറയുന്ന പോലെ രണ്ടുപേരും ഇപ്പം ഞാൻ പ്രഗ്നന്റ് ആണെന്ന് അറിയുന്ന സമയത്ത് ഉണ്ണേന്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു.
പക്ഷെ എനിക്ക് ആ കണ്ണു നിറയുന്നത് ബാബയുടെ ഹാർട്ട് ബീറ്റ് കാണുന്ന ദിവസമാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഈ പറയുന്ന പോലെ ഞാൻ ഭയങ്കരമായിട്ട് അത് കാണിക്കും. ഉണ്ണിയേട്ടൻ അങ്ങനെ കാണിക്കുന്ന ആളല്ല, പക്ഷെ എന്നാലും ഉള്ളിൽ ആളുടെ ഉണ്ടാവുമല്ലോ. അപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല ആ സമയത്തൊക്കെ, അതൊക്കെ അപ്പോഴേ അറിയാൻ പറ്റുള്ളൂ. ഈ ക്രേവിങ്സ് ഒക്കെ വന്നു തുടങ്ങിയോ അതോ? ക്രേവിങ്സ് ഒക്കെ ആദ്യമേ ഉണ്ട്. ആദ്യം തൊട്ടേ അതൊക്കെ പ്രസവത്തിന് മുമ്പേ ഉള്ളതാണ്. പ്രഗ്നന്റ് ആവുന്നതിന് മുമ്പേ ക്രേവിങ്സ് ഒക്കെ ക്രേവിങ്സ് ഉണ്ട്. അല്ല, പ്രഗ്നൻസി ക്രേവിങ്സ് വേറെയാണല്ലോ. നമുക്ക് മുമ്പ് ഇഷ്ടമില്ലാത്ത സാധനമായിരിക്കും ഇപ്പൊ ഇഷ്ടമുള്ളത് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. മുമ്പ് ഇഷ്ടമില്ലാത്തല്ല, ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ ഞാൻ വെറുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, അതായത് ഞാൻ 1 month ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പ്രഗ്നന്റ് ആണെന്നുള്ളത് ഞാൻ അറിയണേ. അപ്പോൾ വീട്ടിന്റെ തൊട്ട് മുമ്പിലുള്ള വീട്ടില് പച്ചമാങ്ങ ഉണ്ടായിട്ട് ഇങ്ങനെ തൂങ്ങിയിരിക്കുന്നു. അപ്പൊ ഞാൻ ഉണ്ണിയേട്ടൻ ഓഫീസിൽ പോകുന്ന സമയത്ത് ഞാൻ എപ്പോഴും യാത്ര അയക്കാൻ പുറത്തേക്ക് ഇറങ്ങും. അപ്പോൾ എപ്പോഴൊക്കെയോ ഞാൻ ഉണ്ണിയേട്ടനോട് പറഞ്ഞു, കേട്ടോ നോക്കേട്ടോ മാങ്ങ നോക്കൂ, കണ്ടിട്ട് കൊതിയാവണം, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പിന്നീടാണ് ഞാൻ പ്രഗ്നന്റ് ആണെന്ന് അറിയുന്നത്. അപ്പം മനസ്സിലായി ആ മാങ്ങയോടുള്ള കൊതിയൊക്കെ ഇതിന്റെ ഭാഗമായിരുന്നു എന്നുള്ളത്. പിന്നെ ഒരു ക്രേവിങ്സ്, എനിക്ക് ഷുഗർ ഞാൻ കുറെ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ പ്രഗ്നന്റ് ആയ സമയത്ത് എനിക്ക് ഈ പറഞ്ഞ ഗുലാബ് ജാമുൻ കഴിക്കണം, ഐസ്ക്രീം കഴിക്കണം, ഭയങ്കര ഷുഗറിനോട് ക്രേവിങ്സ് ആയിരുന്നു. അതൊക്കെ ആദ്യത്തെ ആ ഒരു ടൈമിൽ. ഇപ്പം എനിക്ക് അങ്ങനെ ഇന്നത് വേണം, ഇടയ്ക്ക് എപ്പോഴെങ്കിലും ചിലപ്പോൾ ഒരു മധുരം കഴിക്കാൻ തോന്നും. അല്ലെങ്കിൽ ചിലപ്പം ഇപ്പൊ ഈ എരിവും പുളിയും മധുരം കൂടെ ഉള്ള മിഠായി കിട്ടുമല്ലോ, മറ്റേ പുളി മിഠായിയോ അല്ലെങ്കിൽ ഇഗോയുടെ ഒക്കെ പേരക്കയുടെ ഒരു മിഠായി ഒക്കെ കിട്ടും. അത് ഇച്ചിരി എരിവും ഉണ്ടാവും, പേരക്കയും ചില്ലിയും പുളിയും അങ്ങനെയുള്ളതൊക്കെ ഞാൻ മേടിച്ചു വെക്കും. എൻ്റെ ബെഡിന്റെ മേളിൽ തന്നെ ഉണ്ടാവും. അതൊക്കെ ഞാൻ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് കഴിക്കും. അങ്ങനെ പിന്നെ ഈ പറയുന്ന പോലെ ഇടയ്ക്കൊക്കെ ഈ 5 മാസമായിട്ട് ഞാൻ KFC തൊട്ടിട്ടേ ഇല്ല. എനിക്ക് പേടിയായിരുന്നു ഒക്കെ കഴിക്കാൻ. ഞാൻ ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ്. എൻ്റെ അല്ല, കുഞ്ഞിന് നല്ലത് കിട്ടണം എന്നുള്ളൊരു ഇതുണ്ടായി. അപ്പം ഞാൻ ഇഷ്ടമില്ലാത്തൊക്കെ ഞാൻ കഴിക്കും, താല്പര്യം ഇല്ലെങ്കിലും ഞാൻ കഴിക്കും. പിന്നെ വോമിറ്റിങ്ങിൻ്റെ ആ ഒരു പീരീഡൊക്കെ കഴിഞ്ഞപ്പോഴാണ് പിന്നെ എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റിയതൊക്കെ. അപ്പോൾ KFC ഒക്കെ ഈ പറയുന്ന പോലെ ഭയങ്കര 5 മാസമായിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ പ്രഗ്നൻസി സമയത്ത് കഴിക്കാൻ പാടില്ലെന്ന് എന്തോ ഉണ്ടല്ലോ. അങ്ങനെ ഉണ്ട്, അങ്ങനെ ഞാൻ കേട്ടു. അതെനിക്ക് അറിയില്ല, അങ്ങനെ കേട്ടിട്ടുള്ളൂ. പക്ഷെ അതിന്റെ സത്യാവസ്ഥ എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ അത്തരം കുറച്ച് ഫുഡുകളൊക്കെ, സോഫ്റ്റ് ഡ്രിങ്ക്സ്, അതൊന്നും ഞാൻ ഇതുവരെ ഞാൻ കഴിച്ചിട്ടില്ല, ഇപ്പോഴും കഴിച്ചിട്ടില്ല. അപ്പം എനിക്ക് കുറേ ഇങ്ങനെ വന്നപ്പോൾ എനിക്കൊരു ദിവസം ഭയങ്കരമായിട്ട് കൊതി വന്നു, KFC കഴിക്കണം എന്നിങ്ങനെ. ഇപ്പം എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും കൊതി വരികയാണെങ്കിൽ ഞാൻ നേരെ ബേബിയുടെ തലയിലിടും. എനിക്കല്ല, ബേബിക്കാണ്, ബേബി ആസ്കിങ് ഫോർ ഇറ്റ്, ഞാൻ എന്ത് ചെയ്യാനാ എന്ന് പറയും. അപ്പോൾ KFC അങ്ങനെ എന്നിട്ട് KFC കഴിക്കാൻ ഭയങ്കര കൊതി തോന്നിയിട്ട് ഈ 5 മാസത്തിന് ഇടയിൽ ഒരു ദിവസം 2 പീസ് അത്ര കഴിച്ചു. ബാക്കി എനിക്ക് അത്ര മതി, 2 പീസ്. എനിക്ക് ആഗ്രഹിക്കുന്നത് കിട്ടിയില്ല, എനിക്ക് കരച്ചിലൊക്കെ വരും, ഞാൻ ഭയങ്കര വിഷമിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളു. പിന്നെ രാത്രിയിൽ പോയിട്ട് ഈ മസാല ദോശ, മസാല ദോശ എനിക്ക് പണ്ടേ ഇഷ്ടമല്ല, എന്താണെന്ന് ഇപ്പോഴും ഇഷ്ടമല്ല. ദോശ ഭയങ്കര ഇഷ്ടമാണ്. തട്ടുദോശ കഴിക്കാൻ, തട്ടുദോശ, ഓംപ്ലേറ്റ്, ചിക്കൻ എനിക്ക് ഇപ്പം വലിയ താല്പര്യമൊന്നുമില്ല. മുമ്പ് എനിക്ക്, അതായത് പ്രഗ്നൻസിയുടെ മുമ്പ് എനിക്ക് തട്ടുദോശ ഭയങ്കര, അതെൻ്റെ ഒരു വീക്ക്നെസ്സാണ്. പണ്ട് തൊട്ടിട്ടേ എനിക്കിഷ്ടമാണ്. ചെറുപ്പം മുതലേ എനിക്ക് തട്ടുകടയിൽ പോയിട്ട് തട്ടുദോശ കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പ്രഗ്നൻസി ടൈമിലും തട്ടുദോശ ഭയങ്കര, അത് ഞാൻ ഉണ്ണിയേട്ടനും കൂടെ ചിലപ്പം രാത്രിയിലൊക്കെ പോയിട്ട് തട്ടുകടയിൽ നിന്ന് തട്ടുദോശയും ഓംലേറ്റും ഒക്കെ മേടിച്ചിട്ട് കഴിക്കും. അല്ലാതെ നമ്മൾ പൊതുവെ കേട്ട് വരുന്നുണ്ട് രാത്രി ആകുമ്പോഴത്തേക്ക് എനിക്ക് ഇന്ന ഭക്ഷണം കഴിക്കാൻ തോന്നി എന്നൊക്കെയാണ്. അങ്ങനെ തോന്നലുണ്ട്? അങ്ങനെ ഞാൻ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. ഇല്ല, ഭാഗ്യം. അല്ല, ഇതൊക്കെ ഞാൻ ഈ പറയുന്ന പോലെ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ എനിക്കുള്ള അറിവുകളാണ്. ഇങ്ങനെയൊക്കെയാണ് പ്രഗ്നൻസി, ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ ഈ സ്റ്റാർട്ടിങ് ടൈമിൽ ഫസ്റ്റ് ട്രിമസ്റ്ററിലൊക്കെ അറിഞ്ഞ സമയം ഉണ്ടല്ലോ, ഞാൻ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞ സമയം തൊട്ടിട്ട് എൻ്റെ ഉള്ളിൽ ഞാൻ പ്രഗ്നന്റ് ആണ്, അപ്പം ഇതിനിങ്ങനെ കുറച്ച് കീഴ്വഴക്കങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളൊരു സാധനം എൻ്റെ തലയിലുണ്ട്. അപ്പൊ രാത്രിയാകുമ്പോൾ എനിക്ക് ഉറക്കമുണ്ടായിരുന്നില്ല. ഞാൻ പകലും രാത്രിയിലും ഒന്നും ഉറങ്ങാതിരിക്കും. അപ്പൊ രാത്രി ഉറങ്ങാണ്ടിരിക്കുമ്പോൾ ഉണ്ണിയേട്ടൻ കിടന്നുറങ്ങുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം വരും. എനിക്ക് വിഷമം ദേഷ്യമൊക്കെ വരും. എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, ഉണ്ണിയേട്ടൻ കിടന്നുറങ്ങണു. വേദന ഒന്നും ഉണ്ടാവില്ല, അന്നൊന്നും വേദനയൊന്നും ഇല്ലായിരുന്നു, കാലുവേദന അങ്ങനെ. പക്ഷെ നമുക്കറിയാലോ, ബോഡി പെയിൻസ് ഉണ്ടാവും, ഹസ്ബൻഡ് തിരുമ്മി കൊടുക്കണം. ഞാൻ അതിന് വേണ്ടിയിട്ടൊക്കെ ഞാൻ വെറുതെ വേദന കാണുമ്പോ ഇപ്പൊ നിന്റെ അടവായിരുന്നല്ലേ ചോദിക്കും. ഇപ്പറയും
എനിക്ക് വേദനിക്കുന്നുണ്ട്, കാല് വേദനിക്കുന്നുണ്ട്, കാല് തിരുമ്പി തരും എന്നൊക്കെ പറഞ്ഞ ആ സമയത്ത്. പിന്നെ എനിക്ക് അങ്ങനെ പാവം ഈ ജോലിയൊക്കെ കഴിഞ്ഞ് ഉറങ്ങാണല്ലോ എന്നുള്ള പിന്നെ എനിക്ക് ശരിക്കും വേദന വരാൻ തുടങ്ങി. പക്ഷെ അതും ഈ പറയുന്ന പോലെ 1-2 തവണ മാത്രം ഞാൻ ആളെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ളൂ. അല്ലാതെ എനിക്ക് അങ്ങനെ രാത്രിയോടുള്ള പ്രശ്നമില്ല. ആളെ ഉറക്കം കെടുത്തി അങ്ങനെ 2 തവണ അത് എനിക്ക് ശരിക്കും വേദന വന്നു. ഒന്നും ഞാൻ ഉറങ്ങിയിട്ടില്ല, ആളെ ഉറക്കിയിട്ടില്ല. അതല്ലാതെ അങ്ങനെ രാത്രിയിൽ ക്രേവിങ്സ് എന്നോ, പിന്നെ എനിക്ക് വിശക്കും രാത്രിയിൽ. ചിലപ്പം ഞാൻ 2 മണിക്കൊക്കെ എഴുന്നേറ്റ് പോയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വിശക്കും. ഞാൻ തന്നെ എഴുന്നേറ്റ് പോയിട്ട് കിച്ചണിൽ നിന്ന് പഴമോ അങ്ങനെ എന്തെങ്കിലും എടുത്ത് ഞാൻ കഴിക്കും. ആരും ബുദ്ധിമുട്ടിക്കില്ല, ഞാൻ കഴിക്കും. അങ്ങനെ കുട്ടി ഉണ്ടായതിന് ശേഷം എന്തായാലും ഫാമിലി മെമ്പേഴ്സ് കാണും, ഒക്കെ ശരിയാണ്. എങ്കിലും സ്പെഷ്യലായിട്ട് ഒരാളെ കാണിക്കണം ഉള്ള ആരായിരിക്കും? അത് ആരെയായിരിക്കും കാണിക്കുക? അല്ല, എനിക്ക് കാണിക്കാൻ പറ്റാത്ത ഒരാളുണ്ട്. അതായത് ഞാൻ കല്യാണം കഴിഞ്ഞ സമയത്ത് എൻ്റെ അച്ഛൻ അടുത്ത് മരിച്ചു പോയതാണ്. 2 വർഷമായിട്ടുള്ളൂ. ഞാൻ കല്യാണം കഴിഞ്ഞ സമയത്ത് അച്ഛനായിരുന്നു ആദ്യം എന്നെ കിങ്ങിണി എന്നാണ് വിളിക്കുക. കിങ്ങിണിക്ക് വിശേഷമൊന്നും ആയില്ലേ, എപ്പോഴാ കുഞ്ഞ് ഒരാൾക്കായിരുന്നു ഭയങ്കര ആഗ്രഹം കുഞ്ഞ് വേണം എന്നുള്ളത്. അപ്പൊ അച്ഛൻ്റെ പ്രായമായി വയ്യാണ്ടിരിക്കുന്ന സമയത്തൊക്കെ എൻ്റെ അടുത്തൊക്കെ ആയിരുന്നു. ആള് ഭയങ്കര മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇപ്പോഴും അമ്മയുടെ അടുത്ത് പറയും, ഞാൻ പപ്പാന്നാ വിളിക്കാം. പപ്പയ്ക്കായിരുന്നു ആഗ്രഹം കുഞ്ഞിനെ കാണണമെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും പപ്പ കാണുന്നുണ്ടാവും എല്ലാം. എന്നാലും കാണിക്കാൻ പറ്റാൻ ആഗ്രഹം ഉണ്ടായിട്ടും കാണിക്കാൻ പറ്റാത്ത ഒരാള് പപ്പയായിരിക്കും. അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സുന്ദരനോ സുന്ദരിയായിട്ടുള്ള ഒരു കുട്ടി വരട്ടെ, ഹാപ്പി ആയിട്ട് പോകട്ടെ. പുതിയ പ്രൊജക്റ്റൊക്കെ അതിനുശേഷം നല്ല രീതിയിൽ വരട്ടെ. ഇത്ര സമയം നമ്മുടെ കൂടെ വന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.